ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷനെ കുറിച്ച് പറയുന്നത് രണ്ടിനകത്തും നമുക്ക് അപ് ടു 42 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ തന്നെയാണുള്ളത്. 310-നകത്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടും എന്തായാലും ANC-യുടെ കാര്യത്തിൽ പക്കയാണ്. പിന്നെ ഈ T310 ഞാൻ ഔട്ട്സൈഡ് അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ കൊണ്ടുപോയിട്ടാണ് മൈക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്തത്. അന്നും എനിക്ക് എന്തായാലും ആ ഒരു ANC ഓൺ ആക്കിയപ്പോൾ ഉള്ള അവസ്ഥ ഭയങ്കരമായിട്ട് നല്ലൊരു ഫീൽ ആയിരുന്നു. പ്രത്യേകിച്ച് CMF by Nothing Buds അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോണ്ടെങ്കിൽ മനസ്സിലാവും. ഇതിനകത്ത് കുറച്ചുകൂടി നമ്മൾ ANC ഓൺ ആക്കുമ്പോഴത്തേക്ക് ഒരു നല്ല രീതിക്ക്, അത് ഞാൻ ഇൻഡോറിനകത്ത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്തത്, എന്നാൽ പോലും ഒരു ചെറിയൊരു പൊടിക്ക് നല്ല രീതിക്ക് ഒരു ക്ലോസ് ആവുന്ന ഒരു ഫീല് നമുക്ക് CMF by Nothing Budsലും ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഈ രണ്ടെണ്ണത്തിനും വെച്ചിട്ട് നമ്മളെ ക്ലാരിറ്റി, ബോൾട്ടിന്റെ ക്ലാരിറ്റി 3 ഉണ്ടല്ലോ, അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അതിലാണ് ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു അപ് ടു 50 dB ആണെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അവിടെ അത് മാത്രമേ ഉള്ളൂ. മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് ബെറ്റർ ഇവിടെ തന്നെയാണ് കേട്ടോ. സോ T310 CMF by Nothing Buds ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി, 2000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ.